വിവരമില്ലാത്തവൻ, ഈ വിഷയം മനസ്സിലാക്കാത്ത ഒരുത്തൻ ഒരു ബറ്റാലിയനുമായി വീട്ടിലേക്ക് കടന്നു വന്നാലോ ഒരാളെ വിളിച്ചു പറയണം, നിങ്ങൾക്കറിയാലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരാൾക്ക് ആരാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആൾക്ക് മാത്രം കാണാം എന്ന് പറഞ്ഞിരിക്കണം. ഏതായാലും വന്ന് ഒരു പിണങ്ങി പോവല്ലോ, പടച്ചോനെ പണക്കിയിട്ട്, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തെ പണക്കിയിട്ട് വേണോ നമുക്ക് വിവാഹം? വേണ്ട. അത് കൃത്യമായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അതേപോലെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആണും പെണ്ണും പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വിവാഹം നടക്കുകയാണ് വേണ്ടത്. പലപ്പോഴും അതിന് പകരം വിവാഹം നീട്ടി കൊണ്ടുപോകും. അപ്പൊ നീട്ടി കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും ഇഷ്ടപ്പെട്ട പുരുഷനും ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്കും പരസ്പരം സംസാരിക്കുവാനും വിഷയങ്ങൾ കൈമാറുവാനും വിഷമങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെ തോന്നുന്നതിന് വിരോധമില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അന്യ പുരുഷനാണ്, അന്യ സ്ത്രീയാണ്. ഈ അന്യപുരുഷൻ അന്യ സ്ത്രീ എന്ന ആ ഒരു ഗ്യാപ്പ് ഒഴിവാകണോ? നിക്കാഹ് നടത്തിക്കോളൂ. വിവാഹം പെട്ടെന്ന് നടത്തുക. എങ്കിൽ അതിനുശേഷമുള്ള എല്ലാ സംസാരങ്ങളും തമാശകളും എല്ലാം പുണ്യമായി വരും. എന്നാൽ വിവാഹം നീട്ടിക്കൊണ്ടുപോവുകയും അതിനു മുമ്പ് സംസാരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. പലപ്പോഴും പല നാടുകളിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മൊബൈൽ കൊടുക്കുന്നു പെൺകുട്ടിക്ക്. എന്തിനാ മൊബൈൽ കൊടുക്കുന്നത്? സംസാരിക്കുവാൻ. ആ മൊബൈലിലൂടെ നിക്കാഹിന് മുമ്പ്, വിവാഹത്തിന് മുമ്പുള്ള സംസാരം അത് നാവുകൊണ്ടുള്ള, മനസ്സുകൊണ്ടുള്ള, കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ്. പെൺകുട്ടികൾ മനസ്സിലാക്കണം, ആൺകുട്ടികൾ മനസ്സിലാക്കണം, രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഏതായാലും കല്യാണം നടക്കാൻ പോവല്ലേ, അല്ലാഹു അഅലം. ഈ വിവാഹം നടക്കുമോ ഇല്ലേ നമ്മുടെ കയ്യിലാണോ? ആ വിവാഹത്തിന് ഡേറ്റിന് മുമ്പ് ഈ ആൺകുട്ടി മരിച്ചു പോയാൽ, ആ പെൺകുട്ടി ഒരു അപകടത്തിൽപ്പെട്ടാൽ, അതല്ലെങ്കിൽ മറ്റെന്തോ കാരണത്താൽ ഈ വിവാഹം നടത്താൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ പിന്നീട് മറ്റൊരു പെൺകുട്ടിയെ കാണേണ്ട വ്യക്തിയാണിത്, മറ്റൊരു ആൺകുട്ടിയെ കാണേണ്ട വ്യക്തിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അന്യായമായി ഒരിക്കലും അവർക്ക് സംസാരിച്ചുകൂടാ. അതുകൊണ്ട് തീരെ സഹിക്കാൻ കഴിയില്ല തോന്നുകയാണെങ്കിൽ നിക്കാഹ് പെട്ടെന്ന് നടത്തിക്കോളൂ. നിക്കാഹ് നടത്തിയിട്ട് സംസാരിച്ചോളൂ. അല്ലാത്ത സംസാരം ഹറാമാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, കൂട്ടുകാരികൾക്ക്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, പറഞ്ഞു കൊടുക്കണം. പാടില്ല ആ സംസാരം, ഇസ്ലാം അനുവദിച്ചതല്ല. അന്യ പുരുഷനും അന്യ സ്ത്രീയുമാണ്. അപ്പോൾ അത്തരം സംസാരങ്ങൾ ഒഴിവാക്കണം. അതേപോലെ വിവാഹം എന്ന് പറയുന്നത് അതൊരു വലിയ കടമ്പയായി ഒരിക്കലും എടുക്കരുത്. വിവാഹം വലിയ ഉത്തരവാദിത്തമാണ്, സംശയമില്ല. എന്നാൽ വിവാഹം എന്നത് ഇന്ന് സമൂഹം വിവാഹത്തെ കാണുന്നത് വലിയൊരു ഭാരമായിട്ടാണ്. വിവാഹം അത് എത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്ന രൂപത്തിലാണ് സമൂഹം കാണുന്നത്. അങ്ങനെയാകരുത്. അതിനെന്ത് വേണം? വിവാഹം ലളിതമാക്കണം. വലിയ സൗഹൃദ വൃന്ദവും കുടുംബവും ഉള്ളവർക്ക് ആ കുടുംബക്കാരെ ക്ഷണിക്കേണ്ടി വരും, പ്രശ്നമില്ല, ക്ഷണിക്കാം. പക്ഷേ ഒരു നമ്മുടെ പരിധിക്കപ്പുറത്തേക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ, നമ്മുടെ പണത്തിന്റെ ആധിക്യം കാണിച്ചു കൊടുക്കാൻ, നമ്മുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ എന്നൊക്കെയുള്ള അഹങ്കാരത്തിന്റെ മനസ്സോടുകൂടി വിവാഹ മാമാങ്കങ്ങൾ കഴിക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന നാം ഒഴിവാക്കണം. എന്നിട്ട് നമ്മുടെ കഴിവും പരിമിതിയും വെച്ചുകൊണ്ട്, സൗകര്യങ്ങളും നോക്കിക്കൊണ്ട് വിവാഹം ലളിതമാക്കി തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും ബർക്കത്തുള്ള വിവാഹം ഏറ്റവും ചെലവ് കുറഞ്ഞ വിവാഹമാണ് എന്നാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വിവാഹം ചില സന്ദർഭങ്ങളിൽ വൈകുന്നേരമാക്കാറുണ്ട് പലരും. ഏറ്റവും നല്ല ബിസ്മി എന്ന സംഘടനയിലൂടെ കേരളത്തിൽ സ്ത്രീധന വിരുദ്ധ ലളിത വിവാഹം ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രത്യേകമായ വിഭാഗമായ ബിസ്മി പരിചയപ്പെടുത്തിയ ഒരു ലളിതമായ സംഗതിയായിരുന്നു 4 മണിക്കുള്ള വിവാഹം. 12 മണിക്കോ 1 മണിക്കോ 1.5 മണിക്കോ നിക്കാഹ് നടത്തിയാലും വിവാഹം നടത്തിയാലും അത് സ്വീകാര്യമാവില്ലേ? സ്വീകാര്യമാവും. എന്നാൽ ഈ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വിവാഹ ധൂർത്ത് എന്ന് പറയുന്ന, വിവാഹം ഒരു അസൗകര്യമായി മാറുന്ന അവസ്ഥയിൽ നിന്ന് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള സുപ്രധാനമായ വിപ്ലവത്തിന്റെ ഭാഗമാണ് 4 മണിക്കുള്ള വിവാഹം. എല്ലാവരും ഒരു ഹാളിൽ എത്തിച്ചേരുന്നു. എല്ലാവരും, ആൺകുട്ടിയും പെൺകുട്ടിയും, രണ്ട് ഭാഗത്തുമുള്ള കാരണവന്മാരും സുഹൃത്തുക്കളും എല്ലാം ഒരിടത്ത് എത്തിച്ചേരുന്നു. എല്ലാവർക്കും പറ്റിയ വൈകുന്നേരമായ ഒരു സമയത്ത് എന്നിട്ട് വിവാഹം നടത്തുന്നു. എല്ലാവരും ഒരു ലഘുഭക്ഷണം കഴിഞ്ഞ് പിരിയുന്നു. വളരെ ചുരുങ്ങിയ ഒരു ഏർപ്പാട്. ഇത് സമൂഹത്തിൽ എത്ര സൗകര്യങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
എന്നാൽ ഒരു വീട്ടുകാരന് ഉച്ചക്ക് മാത്രമേ വിവാഹം നടത്താൻ പറ്റിയ ഒരു സാഹചര്യമുള്ളൂ. അതുകൊണ്ട് ഉച്ചക്ക് നടത്തുന്ന വിവാഹം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വമ്പിച്ച അബദ്ധജടിതമായ ഈ ധൂർത്തിന്റെ അവസ്ഥയിൽ നിന്നും അസൗകര്യങ്ങളുടെ അവസ്ഥയിൽ നിന്നുമുള്ള ഒരു വിപ്ലവത്തെ സഹായിക്കാൻ എന്നുള്ള നിലക്ക് വിവാഹം 4 മണിക്ക് തന്നെ ആക്കുന്നതിനെ കുറിച്ച് നമ്മളൊക്കെ ആലോചിക്കണം, രക്ഷിതാക്കളും ആലോചിക്കണം. അങ്ങനെ വിവാഹം ലളിതമാക്കാൻ ശ്രമിക്കുക. ഇനി വീട്ടിൽ വെച്ചാണെങ്കിൽ പോലും അവിടെ കൃത്യമായ പരിധിയും പരിമിതിയും നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, വിവാഹത്തിന്റെ സന്ദർഭത്തിൽ പലയിടങ്ങളിലും ആ സന്ദർഭത്തിൽ പിശാച് കടന്നു വരും. ആ വിവാഹമാകുന്ന സന്തോഷത്തെ ദുഃഖമാക്കി മാറ്റാൻ അവൻ ശ്രമിക്കും. വിവാഹമാകുന്ന പടച്ചവന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നതിന് പകരം നന്ദികേട് ചെയ്യുവാൻ വേണ്ടി പിശാച് നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. പല ഒറ്റപ്പെട്ട മുസ്ലിം മഹല്ലുകളിലെങ്കിലും മറ്റു മത സമൂഹങ്ങളെ ബാധിച്ചിരിക്കുന്ന മദ്യം എന്ന് പറയുന്ന ദുരന്തം ബാധിക്കുകയാണ്. തന്നോടൊപ്പമുള്ള കൂട്ടുകാർക്ക് വിവാഹത്തിന്റെ പേരിൽ തലേ ദിവസമോ തൊട്ടടുത്ത ദിവസമോ മദ്യം വിളമ്പുക. ചില ആളുകൾ മദ്യം പാടില്ല, പക്ഷെ എൻ്റെ ഓഫീസിലൊക്കെ ഉള്ള ആളുകള് അവര് മദ്യം ഹറാമായ ആളുകളല്ല, ഞാൻ കുടിക്കുന്നില്ല, എന്ന് അവർക്ക് വാങ്ങിക്കൊടുത്തൂടെ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മദ്യം കുടിക്കുന്നവൻ, കുടിപ്പിക്കുന്നവൻ, അതിനൊത്താശ ചെയ്യുന്നവൻ, അത് പേറിക്കൊണ്ടുവരുന്നവൻ, ആരിലേക്കാണോ കൊണ്ടുവരുന്നത് അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅന ശപിച്ചിരിക്കുന്നു എന്നാണ്. ഈ ഹദീസ് അറിഞ്ഞാൽ പിന്നീട് നമുക്ക് മറ്റൊരാളെ കുടിപ്പിക്കാൻ പറ്റൂ? ആ മദ്യത്തിന് വേണ്ടി നമുക്ക് പണം ഈ മദ്യത്തെ പറ്റിയൊക്കെ പറയേണ്ടതുണ്ടോ എന്നൊക്കെ പലരും ചിന്തിക്കും. ഇതെല്ലാവർക്കും കേൾക്കാനുള്ള ഒരു സംസാരമല്ലേ? ഇങ്ങനെ ഈ ഒരു ദുരന്തപൂർണമായ അവസ്ഥയിലുള്ളവർക്കും ഈ കാര്യം മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് വിവാഹത്തലേന്ന് അല്ലെങ്കിൽ വിവാഹത്തോടനുബന്ധിച്ച ദിവസങ്ങളിൽ മദ്യം അതുമായുള്ള ടച്ച് നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ വരുന്നുണ്ടെങ്കിൽ അറിയുക, പടച്ചതമ്പുരാന്റെ പരീക്ഷണത്തെ, പടച്ചവന്റെ ശിക്ഷയെ പടച്ചവൻ നമ്മെ പിടിച്ചു കുലുക്കിയേക്കാം. കാരണം ഏറെക്കാലമായി പടച്ചവനെ ഒരു വധുവിനെ തരേണമേ, വരനെ തരേണമേ എന്ന് ഈ 2 വ്യക്തികൾ മാത്രമല്ല കുടുംബക്കാര് നിരന്തരമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കിട്ടിയ ഒരനുഗ്രഹത്തിന് നന്ദി ചെയ്യേണ്ടത് എങ്ങനെയാണ്? പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച, അവൻ നമുക്ക് ഹറാമാക്കിയ മദ്യം ഉപയോഗിച്ചു കൊണ്ടാണോ? യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അസ്ലാമു, പടച്ചതമ്പുരാൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. പരിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്ത് മാഇദയിലെ 90-ാമത്തെ ആയത്തിൽ കാണാം, വിശ്വാസികളെ, തീർച്ചയായും മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠയും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പും ഇതെല്ലാം പിശാചിന്റെ മ്ലേച്ഛ വൃത്തികളിൽപ്പെട്ടത് മാത്രമാണ്. അപ്പോൾ മദ്യം ഏതിനോട് ചേർത്താ ഇവിടെ പറഞ്ഞത്? പ്രതിഷ്ഠയോട് ചേർത്താ പറഞ്ഞത്. പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പിനോട് ചേർത്താ പറഞ്ഞത്. അത്രയും നീചമായ ഏർപ്പാടാണ് മദ്യം. ഒരു കാരണവശാലും നമുക്കത് പാടില്ല. അതുമായി ബന്ധപ്പെട്ട സഹകരണം പാടില്ല. മദ്യപിച്ച് തളർന്ന് വീഴുന്നവനെ അവനെ നേരെയാക്കി ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന സേവകന്മാരുണ്ട് ഇവിടെ. അതും പാടില്ലാത്തതാണ്. കാരണം അവർക്ക് സേവ ചെയ്യാനുള്ളവരല്ല നമ്മൾ പള്ളിയിലേക്ക് പോകാൻ പ്രയാസപ്പെടുന്നവർക്ക് സേവ ചെയ്യാനുള്ളതാണ്. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സേവ ചെയ്യാനുള്ളതാണ്. മദ്യപിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കണം, മദ്യപിച്ച അങ്ങനെയാണ് അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഒഴിവാകല്ലേ വേണ്ടത്. അപ്പൊ പാടില്ല. അതേപോലെ തന്നെ വിവാഹ ദിവസം വരുന്ന സന്ദർഭത്തിൽ പിശാച് പല രൂപത്തിൽ ഇടപെടും. ഒന്ന്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുപ്രധാനമായൊരു സുന്നത്താണല്ലോ താടി എന്ന് പറയുന്നത്. താടി വെക്കാത്തവർക്ക് പോലും അതിനോട് ബഹുമാനമാണ്, താടി വെച്ചവരോട് ബഹുമാനമാണ്. കാരണം ഏതായാലും എനിക്ക് താടി വെക്കാൻ പറ്റുന്നില്ല, അയാളത് വെച്ചല്ലോ എന്നൊരു സന്തോഷവും അതിനോടുള്ള ആദരവുമുണ്ട്. കാരണം മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് താടിയുണ്ടായിരുന്നു. എന്തേ ഒരു മുസ്ലിമിന്റെ മുഖത്ത് താടിയുണ്ടാകാൻ? റസൂലുള്ളാഹിന്റെ മുഖത്ത് താടിയുണ്ടായിരുന്നു. അപ്പോ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ മുഖത്തുള്ള താടി എന്റെ മുഖത്തില്ലല്ലോ എന്നത് വിഷമാകും. താടി വെക്കാൻ ഇഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്. ദുആ ചെയ്തോളൂ, സാധിക്കും. ദുആ ചെയ്തോളൂ, ഭാര്യയോടും ദുആ ചെയ്യാൻ പറയൂ, സാധിക്കും. 24 മണിക്കൂറും കിട്ടുന്ന സുന്നത്താണത്. അതുകൊണ്ട് താടി വെക്കുക. അപ്പോ ഈ സുന്നത്ത് ചില പിശാച് സ്വാധീനിച്ച മനുഷ്യർ വരും. അല്ല, ഒരു വിവാഹമൊക്കെ വരികയല്ലേ,
ഒന്ന് താടിയൊക്കെ ഒന്ന് വടിച്ചൂടെ എന്ന് ചോദിക്കും. അപ്പൊ പറയാ, പടച്ചോന്റെ മഹത്തായ ഒരു അനുഗ്രഹല്ലേ, ആ അനുഗ്രഹത്തിന് ഞാൻ നന്ദി ചെയ്യേണ്ടത് താടി വടിച്ചിട്ടാ. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, എന്നോടൊപ്പം വരാൻ പോകുന്ന ഇണ, ആ ഇണക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോടു കൂടിയാകട്ടെ അവളെ ഞാൻ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അവളുമായുള്ള എൻ്റെ ആദ്യ ദിവസങ്ങളിലെ ജീവിതം ആ താടി രോമങ്ങൾ കൂടി സ്പർശിച്ചുകൊണ്ടാകട്ടെ എന്നൊരവസ്ഥ നേരത്തെ ഇല്ലെങ്കിലോ, ആദ്യം തന്നെ ക്ലീൻ ഷേവ് ആയിട്ട് ചെന്നാൽ അത് തന്നെ തുടരേണ്ടി വന്നാലോ എന്നൊക്കെ പറഞ്ഞ് താടി വെടുക്കാൻ നിർദ്ദേശിച്ചു വരുന്ന, അവനറിയില്ല പിശാച അവനെ പറഞ്ഞയച്ചത്, അങ്ങനെ പറഞ്ഞയച്ച ആൾക്കൊരു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, അത് പറ്റില്ലല്ലോ എന്ന അഭിമാനത്തോടുകൂടി മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ സുന്നത്ത് മരണം വരെ എന്നിൽ വേണം എന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. കാരണം അത് വളരെ പ്രബലമായൊരു സുന്നത്താണ്. ഇന്ന് പക്ഷേ താടി എന്നത് തീവ്രവാദത്തിന്റെ അടയാളമായൊക്കെ പലരും പറയാറുണ്ട്. വിവരമില്ലാത്തത് കൊണ്ടാണ്, ചിന്തിക്കാത്തത് കൊണ്ടാണ്. താടി തീവ്രവാദത്തിന്റെ അടയാളമാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് താടിയില്ലേ ഇപ്പോൾ? അതേപോലെ തന്നെ കേരളത്തിന്റെ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ധനവകുപ്പ് മന്ത്രിക്കും താടിയില്ലേ? മാർക്സിസത്തിന്റെ അതേപോലെ തന്നെ കമ്മ്യൂണിസത്തിന്റെ മുൻകാല നേതാക്കന്മാരിൽ മിക്കവാർക്കും താടിയില്ലേ? ശ്രീ രവിശങ്കർ എന്ന ആൾ ദൈവത്തിന് താടിയില്ലേ? യേശുവിന് താടിയുള്ളതായിട്ടല്ലേ അവർ തന്നെ വരക്കുന്ന ഫോട്ടോ അത് യഥാർത്ഥ യേശുവിൻ്റെതല്ല, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെതല്ല എന്നത് മറ്റൊരു വശം. അപ്പോൾ ഇവർക്കൊക്കെ താടി വെക്കാമെന്നും ഒരു മുസ്ലിം താടി വെച്ചാൽ അത് മാത്രം എങ്ങനെ ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ അടയാളമാകും എന്ന് കൂട്ടത്തിൽ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ശരി. അപ്പോൾ വിവാഹ ദിവസം, അതേപോലെ നമ്മുടെ വിവാഹ ദിവസം നമ്മുടെ ഡ്രസ്സ്, നെരിയാണിയുടെ താഴെ വസ്ത്രം പോകാൻ പാടുണ്ടോ ഒരു മുസ്ലിമിന്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവ്വം പഠിപ്പിച്ച കാര്യമാണ്, സംശയമില്ലല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ അപ്പുറത്തൊരു മനുഷ്യനെ കാണുകയാണ്. എന്താ അവസ്ഥ? നെരിയാന്റെ താഴേക്ക് വസ്ത്രം താഴ്ന്നിരിക്കുന്നു. ആ കുത്തിന്റെ വേദനയെ മറന്നുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ ആ തുണി ഒന്ന് കയറ്റി ഉടുക്കണം. നരകത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ഇവിടെ ഒരു ദുർവ്യാഖ്യാനം ചിലർ നടത്താറുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തുണി താന്നുപോയപ്പോ, നബിയേ തുണി അല്പം താന്നുപോയി എന്ത് ചെയ്യും? ആ സംഭവത്തെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു, അറിയാതെയല്ലേ, അത് അഹങ്കാരത്തോടു കൂടിയല്ലല്ലോ എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട ഒരു സംഭവം അതെങ്ങനെ ദുർവ്യാഖ്യാനിച്ചു ചിലർ. നെരിയാന്റെ താഴത്ത് പോകുന്നതിന് പ്രശ്നമല്ല, അഹങ്കാരം ഇല്ലാതിരുന്നാ മതി. അറിഞ്ഞോ, മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരലോകത്ത് വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാ നമ്മൾ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരലോകത്ത് വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരതിന് മറുപടി പറയുമെന്ന് അവിടേക്ക് കാത്തു നിൽക്കണ്ട. അതിനു മുമ്പ് തിരുത്തിക്കോ, ദുർവ്യാഖ്യാനമാണത്. ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അറിയാതെ ഒന്ന് താഴ്ന്നു പോയതിനെ പറ്റിയാ പറഞ്ഞത്. ബോധപൂർവം താഴ്ത്തിയിട്ട് അഹങ്കാരത്തോടു കൂടി അല്ലല്ലോ എന്നല്ല പറഞ്ഞത്, അറിയാതെ സംഭവിച്ചു പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കും അങ്ങനെ സംഭവിച്ചു പോകാം അറിയാതെ. എന്നാൽ നെരിയാണ്ട താഴത്ത് പാൻസിന് അളവെടുത്ത് നെരിയാണ്ട താഴെ വെക്കുകയും എന്നിട്ട് ഈ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് എന്തു പറയണം നമ്മൾ? അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വിവാഹ ദിവസം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പെൺകുട്ടിയുടെ വശം എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം എന്താ? ഇസ്ലാമിന്റെ വസ്ത്രധാരണം എന്താ? വളരെ കൃത്യം. ഇസ്ലാമിന്റെ വസ്ത്രധാരണം മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കുക. ഇതാണ് ഇസ്ലാമിന്റെ വസ്ത്രധാരണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. സ്വർഗത്തിന്റെ വാസന പോലും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവർക്കുണ്ടാവുകയില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങളുടെ മാരടങ്ങൾ, നിങ്ങളുടെ മൂടുപടങ്ങൾ, നിങ്ങൾ ജിൽബാബ് നിങ്ങളുടെ മാരടത്തിലേക്ക് താഴ്ത്തിയിടുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീയുടെ സ്ഥാനങ്ങൾ അവരുടെ സൗന്ദര്യത്തിന്റെ ഒരു അടയാളമാണ്. അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ നേരിട്ടോ അല്ലാതെയോ സാധിക്കരുത്. അത് മൂടുന്ന രൂപത്തിലായിരിക്കണം. അത് താഴെ കെട്ടി പിന്നീട് ബേക്കോട്ടിട്ട് ആ ഒരവസ്ഥ പല സഹോദരിമാർക്കും അറിയാത്തത് കൊണ്ട് അങ്ങനെ ബേക്കോട്ടിടാൻ പാടില്ല. മാരണം ശരിക്കും മറയണം എന്ന വശം അറിയാത്തത് കൊണ്ട് പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ചിലർ വസ്ത്രധാരണം പൂർണ്ണമായി മുൻകൈ വരെ മറക്കും, എന്നാൽ മാറിടം തുറന്നിടും. ചിലർ മാറിടം തുറന്നിടും, മുൻകൈ മാത്രം. ചിലർ ഹാഫ് കൈ വരെ. അങ്ങനെ പല രൂപത്തിൽ ബോഡി ഫിറ്റ് പർദ എന്നൊക്കെ പറഞ്ഞ്, ബോഡി ഫിറ്റ് മാക്സി എന്നൊക്കെ പറഞ്ഞ് പുതിയതിറങ്ങുന്നു. അതൊക്കെ ഇബ്ലീസിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അത് പാടില്ലാത്തതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും മറയണം. ഇതാണ് ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് രക്തബന്ധുക്കളുള്ളപ്പോൾ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം,
അവളുടെ മാറിടം, അവളുടെ അവളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ആർക്ക് കാണാനുള്ളതാണ്? സംശയം വേണ്ട, ഭർത്താവിന് കാണാനുള്ളതാണ്. ഭർത്താവിന് മാത്രം ആസ്വദിക്കേണ്ട, ഭർത്താവ് മാത്രം കാണേണ്ട ഭാഗം സഹോദരി മറ്റുള്ളവരെ കാണിക്കാനുള്ളതാണോ? നീ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ബാർബർ ഷോപ്പിലും അതേപോലെ തന്നെ പീഡികത്തണ്ടയിലും ഇരിക്കുന്ന കമാനത്തുമലിരിക്കുന്ന പുരുഷന്മാർക്ക്, യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് കമന്റ് അടിക്കുവാനുള്ള ഒരു ഹേതു കൊടുക്കാൻ നീ അവരുടെ മുമ്പിൽ സഞ്ചരിക്കുന്ന ഒരു വ്യഭിചാരശാലയെ പോലെ നടക്കണോ? വേദനിച്ചോ അത് പറഞ്ഞപ്പോ? സഞ്ചരിക്കുന്ന വ്യഭിചാരശാല എന്ന് പറഞ്ഞപ്പോ വേദനിച്ചോ? എങ്കിൽ ക്ഷമ ചോദിക്കുന്നില്ല. കാരണം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ വസ്ത്രം ധരിച്ചിട്ടില്ല. അങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് നടക്കുന്ന, അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ പുറത്തുകൂടി ഉപയോഗിച്ച് നടക്കുന്ന ആളുകളെ കുറിച്ച് ഈ രൂപത്തിലാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ആ വേദന നിനക്കുണ്ടായെങ്കിൽ ആ വേദന നിന്നിൽ മാറ്റമുണ്ടാകട്ടെ. വേദനിക്കുമ്പോൾ മനസ്സ് മാറണം. എന്നിട്ട് മര്യാദക്ക് ഇസ്ലാമിക വസ്ത്രധാരണമുള്ള ഒരവസ്ഥയിലേക്ക് എന്തുകൊണ്ട് നമുക്ക് മാറിക്കൂടാ? നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്? ആരാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണിച്ചിട്ട് ആരുടെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടാനുള്ളത്? എന്തിനാണ് നമ്മൾ സ്വർഗം നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാണ് ഒരു നല്ല മരണത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് നമുക്ക് ഇസ്ലാമിക വസ്ത്രധാരണമായി കൂടാ? പർദ്ദയായിരുന്നാലും, അതേപോലെ തന്നെ നമ്മൾ ചുരിദാറായിരുന്നാലും, എന്തായിരുന്നാലും, ഏത് വസ്ത്രമായിരുന്നാലും മുഴുവൻ ഭാഗങ്ങളും മറയണം എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകും. കാരണം നമ്മൾ മരിച്ചു പോകേണ്ടവരല്ലേ. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. പലപ്പോഴും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം വരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അവിടെ സംഭവിക്കുന്ന ഒരു മഹാ അബദ്ധം എന്താണെന്നറിയാമോ? ആ വിവാഹത്തിന്റെ സന്ദർഭത്തിൽ ഇബ്ലീസ് കുറച്ച് ആൾക്കാരായിരിക്കും. മോളെ, നാളെ കല്യാണമൊക്കെ അല്ലേ, ഈ ഇങ്ങനെ മൂടി പൊച്ചൊക്കെ നിന്നാൽ എങ്ങനെയാ ശരിയാവുക? ആ മസ്തമെല്ലാം കൊണ്ട് മാറ്റും. എന്നിട്ട് ഒരു ഹാഫ് കൈയൊട്ട്, പിന്നെ വേറൊരു ഇബ്ലീസ് പറഞ്ഞയച്ച വേറൊരാൾ വരും, ഒരു പൂവൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ എന്തായി? ഇബ്ലീസ് പൊട്ടിച്ചിരിക്കുകയാണ്. സഹോദരാ, ഈ വിവാഹം എങ്ങനെ വന്നു? ആ പെൺകുട്ടിയുടെ ഉപ്പ, ഈ വിവാഹം എങ്ങനെ കിട്ടി നിങ്ങൾക്ക്? എത്ര കാലം നിങ്ങൾ ദുആ ചെയ്തു, എത്ര കാലം അന്വേഷിച്ചു, ഇല്ലേ? ആ പ്രാർത്ഥനയുടെ ഫലം റബ്ബ് സുബ്ഹാനഹു വ തആല തബാറക വ തആല ആ അല്ലാഹു നമുക്ക് നൽകുമ്പോ അതിന് നന്ദി ചെയ്യേണ്ടത് ഈ രൂപത്തിലാ? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഇനി നമ്മുടെ മകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഈ സീഡി എന്നവരെ കേൾപ്പിച്ചാളൂ. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചൊന്ന് കണ്ടോളൂ, എന്നിട്ട് തീരുമാനിച്ചോളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. വിവാഹത്തിന്റെ സന്ദർഭത്തിൽ ഇസ്ലാമിക വസ്ത്രധാരണം വളരെ നമ്മൾ ശ്രദ്ധിക്കണം. പൂവ് എന്നത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. പൂവ് സംസ്കാരം ഇസ്ലാമിൻ്റെതല്ലേ അല്ല, അത് കുട്ടികൾക്കുള്ളതാണ്. 4-5 വയസ്സ് പ്രായമായ കുട്ടികൾക്ക് കളിക്കാനും മുതിർന്ന ആളുകൾക്ക് പൂന്തോട്ടത്തിൽ പോയി സുഗന്ധം ആസ്വദിക്കാനുമുള്ളതാണ്. അതല്ലാതെ പടച്ചോൻ നിശ്ചയിച്ച ഡ്രസ്സ് മാറ്റിയിട്ട് അവിടെ വെക്കാനുള്ളതല്ല. അല്ലെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ പൂ വെച്ചാൽ ആര് കാണാനാ? എങ്ങനെ കാണുക? സാധ്യല്ലല്ലോ. ഈ പൂവ് സംസ്കാരം സഹോദര നമുക്ക് വേണോ? ഇസ്ലാമിൻ്റെതല്ല എന്ന് മനസ്സിലാക്കിയാൽ പോരെ? അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ? അതുകൊണ്ട് എന്ത് ശ്രദ്ധിക്കണം? ആ വിവാഹം വരുമ്പോ പെൺകുട്ടിയുടെ മനസ്സിൽ ഉറപ്പ് വേണം, ഈ ഒരു അബദ്ധം എനിക്ക് വരരുത്. അപ്പൊ ഇന്ന് ഇളയമ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്, ഇന്ന് അമ്മായി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എങ്കിൽ അവരോട് പറഞ്ഞേക്ക്, അങ്ങനെയാണ് എനിക്കിഷ്ടം, അതാണ് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി തന്നെ അതിന് മുൻകൈ എടുക്കുക. ഒരു ഇസ്ലാമിക വസ്ത്രധാരണത്തോടുകൂടി, അഭിമാനത്തോടുകൂടി, ഇടങ്ങേറായിട്ടല്ലേ ഏതായാലും ഇങ്ങനൊക്കെ ഒരു ഡ്രസ്സ് പറഞ്ഞ് കേൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ കൂലിട്ടൂല. അൽഹംദുലില്ലാ, പടച്ചോൻ എനിക്ക് ഇങ്ങനത്തെ ഒരു മനസ്സ് തന്നല്ലോ, എനിക്ക് സ്വർഗത്ത് പോകണ്ടേ, ഇതല്ലല്ലോ ജീവിതം, അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കും എന്ന അഭിമാനഭാവത്തിലേക്ക് വരൂ മകളെ, വരൂ സഹോദരി, വരൂ ഭാര്യമാരെ, സഹോദരന്മാരെ, ആ രൂപത്തിലേക്ക് നമ്മൾ വരണം. അതാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കൾ ഭാര്യമാരെ എന്ന് വിളിക്കാൻ കാരണം കുട്ടികൾ വരികയാണ് നമുക്ക്. ആ പെൺകുട്ടികൾ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് വരണം. ഉമ്മമാരെ എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ പെൺകുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ജീവിതത്തിന്റെ ഈ നിർണായക ഘട്ടത്തിൽ ഈ ഇബ്ലീസിന് ഒരിക്കലും സന്തോഷിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക. അവിടെ ആ പെൺകുട്ടിയുടെ ദീനിന്റെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാനോ അത് വല്ല കഴിവ് കുറവും ആ പെൺകുട്ടി സംഭവിക്കുമെങ്കിൽ പുതിയാപ്പൊന്ന് ഫോൺ ചെയ്യട്ടെ, ഹലോ, ആരെയാ വിളിക്കുന്നത്? പെൺകുട്ടിയുടെ പിതാവിനെ. എനിക്കിഷ്ടമാണ്. വിവാഹത്തലേന്നോ വിവാഹത്തിന്റെ അന്നോ തിരിച്ചു പോരുമ്പോഴോ അങ്ങനെ മൂന്നും പറയാൻ കാരണം എന്താ അറിയോ? മുമ്പ് ഫോൺ ചെയ്തിരുന്നു, പുതിയെണ്ണ അങ്ങോട്ട് പോകുമ്പോ പൂവൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ പിടിക്കും, പിന്നെ അകത്ത് നിട്ടോ എന്ന് പറയും. അകത്താരാ വരിക?
ആ വീട്ടിലേക്ക് അന്യ പുരുഷന്മാര് വരില്ലേ? അവിടെ ഉണ്ട്. അതുകൊണ്ട് വിവാഹത്തലേന്നോ വിവാഹത്തിന്റെ അന്നോ എന്റെ വീട്ടിലേക്ക് വരുമ്പോഴോ ഒന്നും പൂവ് ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമില്ല എന്ന് പുതിയാപ്പിളയാകാൻ പോകുന്ന വ്യക്തി വിളിച്ചു പറഞ്ഞാൽ അപ്പൊ ആക്കിനൊരു വിലല്ലേ? തീർച്ചയായും. അതേപോലെ തന്നെ മുതിർന്ന ആളുകൾ, രണ്ടു വീട്ടിലുള്ള മുതിർന്ന ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്താ സംഭവിക്കുക? ഈ പൂ വെച്ചതിനേക്കാളും വലിയ ദുഃഖം നമ്മൾ അനുഭവിക്കും. പലരും പറയും, ഓ വലിയ സലഫിയ, വലിയ ഇസ്ലാമാ, വലിയ സംഘടനാ പ്രവർത്തകരാ, എന്നിട്ട് മോളെ കല്യാണം എങ്ങനെയായിരുന്നു? ആ വാക്ക് കേൾക്കുമ്പോ ആ പറയുന്നവനെതിരെ തിരിഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയാൾക്കെതിരെ തിരിഞ്ഞിട്ട് കാര്യമില്ല വാപ്പേ. പിന്നെ ആർക്കെതിരെ തിരിയേണ്ടത്? നമുക്കെതിരെ തിരിയണം. നാമല്ലേ ഉത്തരവാദികൾ? ശ്രദ്ധിക്കുക, പാടില്ലാതെ. അതുകൊണ്ട് ആ വിവാഹ ദിവസം വരുന്ന അബദ്ധങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. അതേപോലെ വിവാഹത്തിന്റെ ദിവസം ചിലരെങ്കിലും അശ്രദ്ധ മൂലം നമസ്കാരം നഷ്ടപ്പെട്ടു പോകും. എന്തൊരു വിഡ്ഢികളാ നമ്മള്! പടച്ചോന് അന്ന് ആ ളുഹറിന്റെ അസറും അല്പസമയം സുജൂദൊന്ന് വർദ്ധിപ്പിച്ചിട്ട് മനസ്സോണ്ട് നന്ദി പറയേണ്ട ദിവസമല്ല അത്. അവനാണ് ചിരിപ്പിക്കുന്നവൻ, അവൻ തന്നെയാണ് കരയിപ്പിക്കുന്നവനും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിലൂടെ പടച്ചോനെ മനസ്സിലാക്കി തരാണ്. ആരാണ് അള്ളാഹ്? അവൻ ചിരിപ്പിക്കുന്നവനാണ്, സന്തോഷം നൽകുന്നവൻ അള്ളാഹുവാണ്. ദുഃഖം നൽകുന്നവനും കരയിപ്പിക്കുന്നവനും അള്ളാഹു തന്നെയാണ്, അല്ലെ? ആ പടച്ചോനെ മറന്നുകൊണ്ടുള്ള ആ വിവാഹ ദിവസം അള്ളാഹുവിനെ മറന്ന്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ മറന്ന്, നമസ്കാരം പോലും മറന്ന് അങ്ങനെ ബിരിയാണിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ ഒരു ഫോൺ, പുതിയാപ്പയുടെ വീട്ടിലേക്ക് പോയ ജീപ്പ് പോസ്റ്റിലിടിച്ച് 2 ആൾ മരിച്ചു. നീ ഏതൊരു ബിരിയാണിക്ക് മുമ്പിലാണോ ഇരുന്നത്, ആ ബിരിയാണിയുടെ മുമ്പിൽ നിന്ന് അത് കഴിക്കാതെ കണ്ണീരോടുകൂടി നിന്നെ എഴുന്നേൽപ്പിക്കാൻ ലോകത്തിന്റെ തമ്പുരാന് സാധിക്കും. അത് മറന്നുപോകരുത്. അവനാണ് ചിരിപ്പിക്കുന്നവൻ, അവൻ തന്നെയാണ് കരയിപ്പിക്കുന്നവൻ. അതുകൊണ്ട് ആ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വിവാഹം പടച്ചവന്റെ, അതാണല്ലോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാൻ പറഞ്ഞു. നമ്മളൊക്കെ എല്ലാ ദിവസവും പറയണം. ഇപ്പൊ തന്നെ പഠിച്ചോളൂ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളീതു ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ഞാൻ എൻ്റെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ്യ, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ദൂതനായി, അല്ലാഹുവിന്റെ ദൂതനായും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോ തൃപ്തിയോടുകൂടി, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു സംഭവം വന്നാലും അവിടെ ഇസ്ലാം എന്തു പറയുന്നു അതിനനുസരിച്ച് നമ്മൾ മാറുക. അതല്ലാതെ കാലം എങ്ങനെ പോകുന്നു, നാട്ടിലെങ്ങനെയാണ്, അതിനനുസരിച്ച് ദീനിനെ മാറ്റല്ല, മറിച്ച് ദീനിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പഠിപ്പിച്ചത്. ഖുർആനെ മുമ്പിൽ വെക്കുക, എന്നിട്ട് നമ്മൾ അമാമക്ക, നിന്റെ ഇമാമാക്കി ഖുർആനെ വെക്കുക, നമ്മൾ പിന്നിൽ വെക്കുക. നമ്മൾ മുന്നിൽ നിന്നിട്ട് ഖുർആനെ ബാക്കിൽ വെച്ചാൽ നരകത്ത് പോകും. ഖുർആനെ മുമ്പിൽ വെച്ച് നമ്മൾ പിന്നിൽ നിന്നാൽ ഖുർആൻ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കും. ആരെയാണ് മുമ്പിൽ വെക്കേണ്ടത്? ഖുർആനിനെ. അതിന്റെ വിശദീകരണമായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് നമ്മൾ മുമ്പിൽ വെക്കേണ്ടത്. അങ്ങനെ മുമ്പിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പൊ വിവാഹ ദിവസം വളരെ പ്രധാനമാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വിവാഹിതനാകുന്ന വ്യക്തി ആ ദിവസം, വിവാഹ ദിവസം തന്റെ മണിയറയിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ടതുണ്ട്. അറിയില്ലെങ്കിൽ ആ ദുആ നമ്മൾ കൃത്യമായി പഠിക്കണം. ആ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യേണ്ട പ്രാർത്ഥന ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതേപോലെ വിവാഹം എന്ന് പറയുന്നത് വിവാഹിതരാകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, വിവാഹിതരാകേണ്ടവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവാഹം എന്നത് മരണാനന്തര ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവിടെ രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി, ഒരു സ്വസ്ഥമായ ജീവിതം ഈ ലോകത്ത് കിട്ടുന്നതിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിലൂടെ പരീക്ഷണങ്ങൾ വരാം. വിവാഹത്തോടുകൂടി ഞാൻ വിവാഹം കഴിച്ചു, അതോടുകൂടി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? വിവാഹം ഒരു അജണ്ടയാണ്. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ പ്രിയ പത്നിമാരും തമ്മിൽ സ്വാഭാവികമായുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്കും അങ്ങനെ ഉണ്ടാകാം.
അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഉത്തമനായ പ്രവാചകന് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആ ചെറിയ കാര്യങ്ങളെ പോലെ എനിക്കും അങ്ങനെ സംഭവിക്കാം എന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, രണ്ട് തറവാടുകൾ തമ്മിൽ, രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ, രണ്ട് ഭക്ഷണ രീതികൾ തമ്മിൽ ഒക്കെയുള്ള, രണ്ട് സംസാര രീതികൾ തമ്മിലൊക്കെയുള്ള യോജിപ്പാണ് വിവാഹം. മീസാഖൻ അലീല, ശക്തമായ കരാർ എന്നല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്? അതെ, ആ ശക്തമായ കരാർ വരുന്നതോടുകൂടി രണ്ട് വ്യക്തികൾ തമ്മിലാണ് യോജിക്കുന്നത്. രണ്ട് പ്രകൃതിയാണ്, രണ്ട് തരത്തിലുള്ള വീക്ഷണങ്ങളായിരിക്കാം ഒരു പക്ഷേ പല കാര്യങ്ങളിലും. അതൊന്ന് യോജിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു പരീക്ഷണമായി കാണാൻ സഹോദരന്മാരെ, സഹോദരിമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വിവാഹിതനാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 7 ദിവസം വരെ അവർ ഒന്നിച്ചു നിൽക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. 7 ദിവസം അവരെ പുറം ലോകം കാണരുത് എന്നല്ല, മറിച്ച് 7 ദിവസം അവർ രാത്രി ഒന്നിച്ച് താമസിക്കണം. നിസ്കാരം ഉപേക്ഷിക്കരുത് കേട്ടോ. അപ്പോൾ ആ നിലക്ക് 7 ദിവസം. രണ്ടാം വിവാഹമാണെങ്കിൽ 3 ദിവസം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ഇസ്ലാം ഒരു മാനസികാവസ്ഥ എത്രമാത്രം പരിഗണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇതിലപ്പുറം എന്ത് വേണം? ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട്, എന്തേ പെൺകുട്ടിയെ സ്റ്റേജിൽ കാണാത്തത്? ഒരു ചോദ്യമാണത്. ഇസ്ലാമിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ പെൺകുട്ടിയും ഈ ആൺകുട്ടിയും പരസ്പരം കണ്ട് പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് നേരിട്ടോ അല്ലെങ്കിൽ ആ പിതാവ് മുഖേനയോ കൊടുത്താലേ സംഗതി അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാൻ പറ്റൂ. പിന്നെ എന്താ വിവാഹത്തിലൂടെ സംഭവിക്കുന്നത്? വിവാഹത്തിലൂടെ ഈ പെൺകുട്ടിയുടെ രക്ഷിതാവ്, പിതാവ് അല്ലെങ്കിൽ പെൺകുട്ടി ആരാണോ, ആ പെൺകുട്ടിയുടെ വലിയ ആരാണോ ആ വ്യക്തി ആ പെൺകുട്ടിയുടെ സംരക്ഷണാവകാശം ഏതാനും സാക്ഷികളെ മുൻനിർത്തി ഈ ആൺകുട്ടിക്ക് കൊടുക്കുക. അതാണ് വിവാഹം. അപ്പൊ അവിടെ പെൺകുട്ടിന്റെ ആവശ്യമില്ല. കാരണം പെൺകുട്ടി നേരത്തെ അതിലിടപെട്ട് ഫയലൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ രക്ഷിതാവും ഈ വരനും സ്റ്റേജിൽ അവിടെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇസ്ലാം അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ തെറ്റിദ്ധാരണ മൂലം പലപ്പോഴും ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യവും ഇല്ല എന്നൊക്കെ പലരും പറഞ്ഞു കളയാറുണ്ട്. പഠിക്കാത്തത് കൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് വിവാഹത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ വിവാഹം എന്ന് പറഞ്ഞ ചടങ്ങ് വളരെ പ്രധാനമാണ്. വളരെ വളരെ ലളിതമായൊരു സംഗതിയാണ്. എൻ്റെ മകൾ, എൻ്റെ ഇന്ന മകളെ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ ഇത്ര മഹർ നിശ്ചയിച്ച്, മഹറിന് പകരമൊന്നുമല്ല, മഹർ നിശ്ചയിച്ച് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് ഈ വലിയ പറയാം. ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് ആരും പറയാ, വരനും പറയാ. ബസ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് വേറൊരാൾ പറഞ്ഞു കൊടുക്കണോ? ആവശ്യമില്ല. പക്ഷേ കുറെ ആൾക്കാർ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ ചിലപ്പോ എൻ്റെ മകൻ എന്നൊക്കെ ആയിപ്പോ ചില ആൾക്കാർ പറഞ്ഞു വറച്ചു. അപ്പൊ അതിന് ഒരു സഹായം എന്നുള്ള നിലക്ക് ആ ഖുതുബ നടത്താൻ വരുന്ന വ്യക്തി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു മാത്രം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു വിവാഹം നിശ്ചയിച്ചു. നമ്മൾ ഖുതുബ കേൾപ്പിച്ച ആള് വൈകി, ബ്ലോക്ക് കുടുങ്ങി, കല്യാണം നീട്ടിവെക്കണോ? യാതൊരു ആവശ്യമില്ല. നിക്കാഹിന്റെ ഖുതുബ എന്നത് ഒരു സുന്നത്താണ്. സുന്നത്തിന് തന്നെ പ്രാധാന്യമുണ്ട്. നിക്കാഹിന്റെ ഖുതുബ നടന്നിട്ടില്ലെങ്കിൽ വിവാഹം നടക്കും. അപ്പൊ ഖുതുബ നടത്താൻ വരുന്ന ആള് സ്വാഭാവികമായി വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ സംസാരിക്കുന്നത് പോലെയുള്ള ചില വിഷയങ്ങളൊക്കെ ആ വിവാഹ ഖുതുബയിൽ പറയും. എന്താ കാര്യം? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ വരുന്ന വ്യക്തി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് മാത്രം. ഇനിയോ രണ്ടു ഭാഗത്തും അത്യം സംസാരിക്കുന്ന ആളാണ്, കമ്മിറ്റികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്, ദീനി പ്രവർത്തകരാണ്, സംഘടനാ പ്രവർത്തകരൊക്കെ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. അതേപോലെ ആ വിവാഹത്തിന് എത്തിപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താ? ആ വിവാഹിതരായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ബാറകല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. അങ്ങനെയും റിപ്പോർട്ടുണ്ട്. അപ്പോൾ
ഇങ്ങനെ ബാറക്കല്ലാഹു ലക്കുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, നിങ്ങളെ അള്ളാഹു നന്മയിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ എന്ന് വിവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇത് പലരും ദ്വാരക്കാറില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി എന്നാ ചോദിക്കുക. കാരണം നിക്കാഹ് എപ്പോഴാണ് നടന്നതെന്ന് കൂടി അറിയില്ല. ആ വിവാഹ ചടങ്ങിന്റെ മുഖ്യമായ ഭാഗം, അതിന്റെ മർമ്മമല്ലേ യഥാർത്ഥത്തിൽ നിക്കാഹ് എന്ന് പറയുന്നത്. അതിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. വളരെ പ്രധാനമാണ് ദുആ. ശരി, അപ്പൊ അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വരുന്ന ജീവിതം പരീക്ഷണമായ ഒരു ജീവിതമാണ്. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, എല്ലാറ്റിന്റെയും പൂർണ്ണത ഇവിടെ ഉണ്ടാവില്ല. എല്ലാറ്റിന്റെയും പൂർണ്ണത ഇവിടെ ഉണ്ടാവില്ല. ഒന്നുകൂടി, എല്ലാറ്റിന്റെയും പൂർണ്ണത ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്താ? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. പറയാണ്, അള്ളാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു. ശാന്തിയുടെ ഭവനം പരലോകത്താണ്, സ്വർഗാണത്. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഇണ. ആ ഇണയുമായുള്ള ജീവിതത്തിലും പൂർണ്ണത ഉണ്ടാവില്ല. വിവാഹം കഴിച്ച ആരെങ്കിലും ഞാൻ പൂർണ്ണ സംതൃപ്തനാന്ന് പറയോ? ഇല്ല, അവരുടെ ജീവിതത്തിലും ന്യൂനതകൾ ഉണ്ടാകും, അപൂർണതകൾ ഉണ്ടാകും, അപാകതകൾ ഉണ്ടാകും. അതെ, ആ അപാകതകൾ പരിഹരിക്കാൻ ക്ഷമിച്ച് സഹിച്ച് പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുമോ? എങ്കിൽ നിത്യശാന്തി ലഭ്യമാകും. അതുകൊണ്ട് വിവാഹ ജീവിതം പരീക്ഷണമായി പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിവാഹ ജീവിതത്തിൽ വരുമ്പോൾ, ആടിയൊലയുമ്പോൾ, കൊടുങ്കാറ്റുപോലെ കുടുംബജീവിതത്തിൽ ആടിയുലച്ചിലുകൾ ഉണ്ടാകുമ്പോൾ പടച്ചവനെ മുറുകെ പിടിച്ചോ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാകും. അതാലോചിക്കുക. അപ്പൊ മാത്രമല്ല, വിവാഹ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ വരാം. അതിലേറ്റവും പ്രധാനം തുറന്ന് സംസാരിക്കലാണ്. വിവാഹത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തുറന്ന് സംസാരിക്കണമെന്ന് ക്ലാസ് പറയണമെന്നില്ല, അത് നടന്നോളും. പക്ഷെ അതങ്ങോട്ട് കഴിഞ്ഞ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, കുടുംബ ജീവിതത്തിന്റെ യാഥാർത്ഥ്യ ലോകത്തേക്ക്, വർഷങ്ങൾ നീണ്ട ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ പുറത്ത് ജോലിക്ക് പോകുന്ന തന്റെ ഭർത്താവിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഉള്ള ഭാര്യയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും ആശകളും പ്രതിസന്ധികളും മനസ്സിലാക്കി അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഒരു ഭർത്താവ്. പരസ്പരം പങ്കുവെക്കുക. ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവരിലേക്ക് ശാന്തി അടയുവാൻ, സമാധാനമടയുവാൻ. അതാ വിവാഹത്തിന്റെ ലക്ഷ്യം. അതാണ് വിവാഹത്തിന്റെ സുപ്രധാനമായ ഒരു ലക്ഷ്യമായി സൂറത്തുർ റൂമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ തുറന്ന് സംസാരിക്കണം. ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഹോദര, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരി, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കണം. അത് വളരെ പ്രധാനമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിന് പുറമെ മറ്റാരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. ഇതിനപ്പുറത്ത് ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ഇനി എന്താ പറയേണ്ടത്? പടച്ചവനല്ലാത്ത ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ നിർദ്ദേശിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നു എന്ന്. അത്ര ഗൗരവമുള്ള വിഷയമാണത്. അതുകൊണ്ട് തന്റെ ഭർത്താവിന്റെ സംതൃപ്തിയിലാണ് ഒരു ഭാര്യ മരിച്ചു പോകുന്നതെങ്കിൽ അവൾ സ്വർഗത്തിലാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തൗഹീദ് വേണേ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ പറ്റി അല്ല പറഞ്ഞത്, ഈമാനുള്ള ഒരു പെണ്ണിനെ പറ്റി, അഖീദയുള്ള ഒരു പെണ്ണിനെ പറ്റി. ഒരു മുസ്ലിം പോലും അല്ലാത്തൊരു വ്യക്തി തന്റെ ഭർത്താവിനെ ശരിക്കും അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗം കിട്ടുമോ? ഇസ്ലാം ആകുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ടത് മനസ്സിലാക്കണം. അപ്പോ ഭർത്താവിന്റെ സംതൃപ്തി എനിക്കിപ്പോഴുണ്ടോ? ഭർത്താവിന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ മുൻഗണന നൽകുന്നുണ്ടോ? ഭർത്താവ് എന്നെ കുറിച്ച് സംതൃപ്തനാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയും ആ വിഷയം നാം ഗൗരവത്തോടുകൂടി സഹോദരിമാർ മനസ്സിലാക്കുകയും വേണം. അത് വളരെ പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറഞ്ഞല്ലോ, ഒരു ഭർത്താവ് തന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഭാര്യയെ ക്ഷണിച്ചിട്ട് അവളതിന് വിസമ്മതിക്കുന്ന പക്ഷം പുലർച്ചെ വരെ ലഅനത്തിന്റെ മലക്കുകൾ അവൾക്കെതിരെ ദുആ ചെയ്തുകൊണ്ടിരിക്കും എന്ന്. എത്ര വിഷമമുണ്ടെങ്കിലും, എത്ര ശാരീരിക പ്രയാസമുണ്ടെങ്കിലും ഈ മനുഷ്യന്റെ ഭാര്യയാണ് ഞാൻ,
ഈ മനുഷ്യൻ ഒരു അന്യ പെണ്ണിന്റെ അടുത്തേക്ക് നോക്കുന്നില്ലല്ലോ, ഒരു അന്യ പെണ്ണിനെ ആഗ്രഹിക്കുന്നില്ലല്ലോ. എത്ര പ്രയാസപ്പെട്ടാലും ഞാൻ ഇദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുകയാണ് വേണ്ടത് എന്ന പ്രതിഫല ബോധത്തോടുകൂടി ഭർത്താവിനെ അനുസരിക്കാൻ സാധിക്കണം. ഭർത്താവിന് സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കണം. ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ തൻ്റെ വീട്ടിലോ ബെഡിലോ കയറ്റാൻ പാടില്ല. വളരെ പ്രധാനമാണ്. ഭർത്താവിന്റെ സമ്പത്തും ഭർത്താവിന്റെ അഭിമാനവും ഭർത്താവിന്റെ എല്ലാം ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പോലെ, വീട്ടിലൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പോലെ കാത്തു സൂക്ഷിക്കാൻ. അതേപോലെ തന്നെ ഭർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് ഭർത്താവിന്റെ ന്യൂനതകൾ പറയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ന്യൂനതകളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ഉണ്ടാകും. നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് നിങ്ങളൊരു ന്യൂനത കാണുന്നുവെങ്കിൽ അതിനേക്കാൾ എത്ര നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. ഒരിക്കലും ഭർത്താവിന്റെ ന്യൂനതകൾ മറ്റുള്ളവരോട് പറയരുത്. അല്ലെങ്കിലും ഭർത്താവിന്റെ ന്യൂനതകളോ പോരായ്മകളോ ഭർത്താവിന്റെ തകരാറുകളോ മറ്റൊരാളോട് പറഞ്ഞാൽ ആ തകരാറ് ഇല്ലാതാകുമോ? അതുകൊണ്ടത് പരിഹരിക്കപ്പെടുമോ? ഒരിക്കലും ഉണ്ടാകുന്നില്ലല്ലോ. ശ്രദ്ധിക്കണം. അതേപോലെ ഭാര്യ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉടുക്കുകയാണെങ്കിൽ അവളെ ഉടുപ്പിക്കണം, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവളെയും ഭക്ഷണം കഴിപ്പിക്കണം. അങ്ങനെ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയോടുള്ള കടമ വളരെ പ്രധാനമാണ്. ആ ഭാര്യ അവൾ കഷ്ടപ്പെടുന്നത്, അവൾ പ്രതീക്ഷിച്ചു നിൽക്കുന്നത് തന്നെ കാത്തു നിൽക്കുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ട് എന്നൊരു ചിന്ത ഭർത്താവിനുണ്ടാകണം. ആദ്യഘട്ടത്തിൽ അത് പ്രത്യേകം പറയണമില്ല, ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്ത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മറന്നുപോകാതെ ഓർക്കണം, ഭാര്യയുടെ അടുത്ത് പല തകരാറുകൾ ഉണ്ടാകും. പക്ഷെ എത്രയെത്ര നന്മകൾ അവരുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ആ ഭാര്യയിലുള്ള തകരാറുകൾ കാണുമ്പോൾ അവരുടെ നന്മകളെ ഓർക്കുക. അതാണ് പ്രധാനം. ഭാര്യ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരെ അടുക്കള ജോലികളിൽ വരെ സഹായിച്ചിരുന്നു. വീടിന്റെ ഉമ്മറത്തിരുന്ന് ഓർഡർ ചെയ്യുന്ന ആളുകളുണ്ട്, ചുടുവെള്ളം വരട്ടെ, ഭക്ഷണം വരട്ടെ. ഇന്ന് എന്തേ ഈ വരട്ടെ? എടോന്ന് അങ്ങോട്ട് ചെല്ല്, നിന്റെ ഭാര്യയാകത്തുള്ളത്, അവളെ ഒന്ന് സഹായിച്ചു കൊടുക്ക്. അങ്ങനെ ഭാര്യമാരെ സഹായിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, ഭാര്യമാരെ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വായിലേക്ക് ഒരു ഉരുള വെച്ചു കൊടുത്തു. ആയിഷ ബീവി നബിയുടെ വായിലേക്ക് ഒരു ഉരുള വെച്ചു കൊടുക്കുന്നു. നോക്കൂ, ഒന്നിച്ചിരുന്ന്. അതെ, അടുക്കള ജോലികളിൽ പോലും ഭാര്യമാരെ സഹായിച്ചിരുന്നു റസൂലുള്ളാഹി. ഇണകളാണ് കേട്ടോ, മറക്കരുത്, ഇണകളാണ്. ശരി, അപ്പൊ അങ്ങനെ ഭാര്യമാരോടുള്ള കടമ, ഭാര്യമാരുടെ സന്തോഷം നമ്മളിലൂടെ അല്ലേ. അതുകൊണ്ട് കേവല ലൈംഗികമായ കാര്യങ്ങളിൽ മാത്രമല്ല അവരോടുള്ള സംസാരം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോടൊപ്പമാകുമ്പോൾ അവരോടൊപ്പം ലയിക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അവരുടെ വിഷയങ്ങൾ കേട്ട് അതിന് പരിഹാരമൊക്കെ പറഞ്ഞു. ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് പോകുന്നു. ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ, കാരണം അല്ലാഹു അക്ബർ, ഈ ഭാര്യ എനിക്ക് നൽകിയത് പടച്ചോനാ. അതുകൊണ്ട് ഈ ഭാര്യയെ നൽകിയ പടച്ചോന്റെ വിളിയാണത്, പടച്ചോന്റെ അടുത്തേക്കുള്ള വിളിയാണത്. അതിന് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ അങ്ങനെ ഭാര്യമാരോടുള്ള കടപ്പാടുകൾ നമ്മൾ ശ്രദ്ധിക്കണം, പുരുഷന്മാരെ ശ്രദ്ധിക്കണം. അങ്ങനെ ജീവിതത്തിൽ പ്രായമായാൽ പോലും, ലൈംഗികമായ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞാൽ പോലും പിരിയാൻ പറ്റാത്ത രൂപത്തിലുള്ള ബന്ധമായി ഭാര്യാഭർത്തൃ ബന്ധം നിലനിൽക്കണം. ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഭാര്യമാർ അടിമകളല്ല കേട്ടോ, ഭാര്യമാർ വേലക്കാരികളല്ല കേട്ടോ. ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാർ, ഒരുപക്ഷെ ഭർത്താക്കന്മാരുടെ അടുത്ത് ചില ന്യൂനതകൾ ഉണ്ടെങ്കിൽ അവരെ അടക്കി ഭരിച്ച് ഭർത്താവിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഭർത്താവിനെ ഭരിക്കുന്ന സ്ത്രീകളുണ്ട്. പാടില്ലാതെ. ഭർത്താവിന് അല്ലേ, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഒരു പദവി അല്ലാഹു ഉയർത്തി കൊടുത്തിട്ടുണ്ട്. അത് പ്രകൃതിപരമായൊരു പ്രത്യേകത അനുസരിച്ച് തന്നെയാണ്. അത് അംഗീകരിക്കാൻ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്ന സന്ദർഭത്തിൽ അവിടെയൊക്കെ ഏറ്റവും പ്രധാനം ദുആയാണ് പ്രധാനം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിലൂടെ പറഞ്ഞ കാര്യമാണ് ആദ്യം നാം ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാന്റെ പ്രത്യേകതയായി പറയുകയാണ്. ഇബാദുർ റഹ്മാൻ, റഹ്മാന്റെ അടിമകളുടെ പ്രത്യേകതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എന്താ? അവരുടെ ഒട്ടേറെ പ്രത്യേകതകൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അവർ പറയുകയും ചെയ്യും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ, നീ ഞങ്ങൾക്ക് ഔദാര്യമായി ഓശാരമായി നൽകി
നൽകണമേ. മിൻ അസ്വാജിനാ ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വദുരിയാത്തിനാ ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുർറത അയുനിൻ കൺകുളിർമ, വജഅൽനാ നീ ഞങ്ങളെ ആക്കണമേ, ലിൽ മുത്തഖീന തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇമാമ അവരുടെ നേതാവ്, അവരുടെ മുമ്പിൽ നടക്കുന്നവരാക്കി നീ ഞങ്ങളെ മാറ്റണമേ എന്ന്. ഇപ്പോൾ പ്രാർത്ഥനയാണ്, പടച്ചോനോട് ദുആർക്കാണ്. പടച്ചോനെ ഹബ്ലന നീ ഞങ്ങൾക്ക് ഓശാരമായി, അത് പടച്ചോന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടതാണ്, ഔദാര്യമായി നൽകണമേ. മിൻ അസ്വാജ ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വദുരിയാത്തിന ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുർറത അയുനിൻ കൺകുളിർമ, ഭാര്യമാരിലൂടെ കൺകുളിർമ, സന്തോഷം കൊണ്ട് കണ്ണു നിറയുക, കുട്ടികളെ വിഷയത്തിൽ സന്തോഷം കൊണ്ട് കണ്ണു നിറയുക. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി തരണേ. ഞങ്ങളെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ ദീനിന്റെ കാര്യത്തിൽ മുമ്പിൽ നിർത്തണേ. ഞങ്ങളുടെ പിന്നിൽ വേറുള്ളവർ നിൽക്കട്ടെ, ഞങ്ങൾ മുമ്പിൽ നിൽക്കട്ടെ. അതേ ദീനി രംഗത്ത് മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന ഒരു അധ്വാനല്ലേ? ഈ ദ്വാര അധ്വാനല്ലേ? ഇങ്ങനെ ദ്വാരുന്നാൽ മാത്രം മതിയോ? പോരാ, കൺകുളിർമയുണ്ടാകണമെങ്കിൽ ദീന് വേണം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ ഒരു അവസ്ഥ വരണമെങ്കിൽ ദീന് വേണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഒരു പുരുഷനെ അള്ളാഹു റഹ്മത്ത് ചെയ്തിരിക്കുന്നു, ഒരു പെണ്ണിന് അള്ളാഹു റഹ്മത്ത് ചെയ്തിരിക്കുന്നു. ആരാണ് ആ പെണ്ണ്? ആരാണ് ആ പുരുഷൻ? ആ പുരുഷൻ തന്റെ ഭാര്യയെ രാത്രി പുലർച്ചെ അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി മുഖത്ത് വെള്ളം കുടഞ്ഞു. ഒരു പുരുഷൻ ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്ത് വെള്ളം കുടഞ്ഞു, എന്നിട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. ഇത് സുബഹിസ്കരിക്കാനല്ല, മറിച്ച് അതിനു മുമ്പ് തഹജ്ജുദ് നമസ്കരിക്കാൻ. ഒന്നിച്ച് സ്വർഗത്ത് പോണ്ടേ? അങ്ങനെ ഭാര്യയും ഭർത്താവും തഹജ്ജുദ് നിസ്കരിച്ച്, പടച്ചോനെ എന്റെ ഭർത്താവിനെ സ്വർഗത്തിലാക്കണേ, എന്റെ ഭാര്യയെ സ്വർഗത്തിലാക്കണേ. ഈ തൊട്ടിലിൽ കിടക്കുന്ന പിഞ്ചു പൈതൽ വലുതാകുമ്പോൾ ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല. ആ കുട്ടിക്ക് സ്വർഗം കൊടുക്കണേ പടച്ചോനെ. സ്വർഗത്തിന് കാരണമാകുന്ന മകനാക്കണേ, മകളാക്കണേ പടച്ചോനെ. പടച്ചോനെ വാടക വീട്ടിലാണ് ഞങ്ങൾ, പടച്ചോനെ ഗൾഫിലാണ് ഞങ്ങൾ, പടച്ചോനെ ജോലിക്ക് സ്ഥിരതയില്ല, പടച്ചോനെ സാമ്പത്തികമായി വേണ്ടത്ര പോരാ, എല്ലാം നീ അറിയുന്നവനാണ് എന്ന് നാഥന്റെ മുമ്പിലേക്ക് കൈ നീട്ടുന്ന ഒരു മനസ്സുള്ള ഒരു ഭാര്യ, ആ മനസ്സുള്ള ഒരു പുരുഷൻ, ഒരു ഭർത്താവ്, എത്ര വലിയ അനുഗ്രഹമാണ്. രാവിലെ എഴുന്നേറ്റ് സുബഹി നമസ്കരിക്കുന്ന മക്കള് ചെറുപ്പം മുതലേ അങ്ങനെ പഠിപ്പിക്കാതെ നിസ്കരിക്കുവോ? നിസ്കാരം ഒരു ശീലമാക്കി കൊണ്ടുവരണമെന്നല്ലേ റസൂൽ? അതുകൊണ്ടല്ലേ 7 വയസ്സായാൽ നമസ്കരിക്കാൻ പറയണമെന്നും 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണമെന്നും പറഞ്ഞ്. എന്തിനാ? ശീലമായി വരേണ്ട സംഗതിയാണത്. ശീലമാക്കി നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ വീട്, നമ്മുടെ കുടുംബം സന്തോഷകരമായ ഒരു അവസ്ഥയിൽ എത്തണമെങ്കിൽ ബോധപൂർവം നമ്മൾ പണിയെടുക്കണ്ടേ? ബോധപൂർവം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണ്ടേ? നമ്മുടെ ദീനെവിടെ? നമ്മുടെ ഭാര്യയുടെ ദീനെവിടെ? നമ്മുടെ മക്കളുടെ ദീനെവിടെ എന്ന് ചിന്തിക്കണം. എന്നിട്ട് അതൊന്ന് നന്നാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഭാര്യന്റെ അടുത്ത് കുറച്ച് അബദ്ധങ്ങളുണ്ട്, നിസ്കാരം വൈകി പോകുന്നുണ്ട്, നാളെ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഭർത്താവിന്റെ അടുത്ത് അബദ്ധങ്ങളുണ്ട്, കുട്ടികൾ വേണ്ട രൂപത്തിലല്ല മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ അതൊരു ചർച്ചയാവണ്ടേ നമുക്കിടയിൽ? എന്നിട്ട് നമ്മൾ രാത്രി കുറെ നേരം ഇരുന്നിങ്ങനെ ചിന്തിക്കുക, എന്താ ഇപ്പൊ ചെയ്യാ? മാർഗണ്ട് സഹോദര, നമ്മൾ വെള്ളിയാഴ്ച ജുമാ ശരിക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾ വെള്ളിയാഴ്ച ജുമാ ശരിക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? നമ്മോടൊപ്പം നമ്മുടെ ഭാര്യ ഉണ്ടോ? എങ്കിൽ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയിലൂടെയാണ് ഒരു സഹാബി വനിത സൂറത്ത് ഖാഫ് പഠിച്ചത് എന്ന് ഹദീസിൽ കാണാം. അപ്പൊ അങ്ങനെ ഖുർആനും ഹദീസും പഠിക്കുന്ന ജുമുഅക്ക് കുടുംബസമേതം പോകാൻ സാധിക്കുന്ന ഒരു കുടുംബം, അത് കഴിഞ്ഞ് ജുമുഅ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ അന്ന് ജുമുഅയിൽ ഖുതുബയിൽ പറഞ്ഞ കാര്യം ഉമ്മയും ഉപ്പയും മക്കളും ഒന്നാകെ ചർച്ച ചെയ്യുക. മൂത്ത മോൻ പോയി തഫ്സീർ എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കുക, മറ്റോ ഇന്റർനെറ്റ് നോക്കിയിട്ട് ഇത് അങ്ങനെയും കൂടി അതിലുണ്ട് എന്ന് പറയാം. ഇതൊരു സന്തോഷമായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ജുമുഅ ഖുതുബകൾ, അതേപോലെ ഖുർആൻ ക്ലാസ്സുകൾ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇഷ്ടം പോലെ ഖുർആൻ പഠന സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ അല്പം റിസ്ക് എടുത്തും നമ്മൾ ഉപയോഗിക്കണം. ഒരു വിവാഹം വന്നാൽ, നമ്മുടെ അടുത്ത കുടുംബത്തിലൊരു വിവാഹം വന്നാൽ സ്വാഭാവികമായും നമുക്ക് ഖുർആൻ ക്ലാസ്സിന് ലീവ് എടുക്കേണ്ടി വന്നേക്കാം. അതേപോലെ ഒരു പ്രാധാന്യം, അതിലപ്പുറമുള്ളൊരു പ്രാധാന്യം ഖുർആൻ ക്ലാസ്സിന് കൊടുക്കണ്ടേ? പരിശുദ്ധ ഖുർആന്റെ പഠനം അത് നടത്തുന്നവർക്ക് വല്ലതൊന്നും കിട്ടാനുണ്ടോ? ഇല്ലല്ലോ. അടിസ്ഥാനപരമായി നമുക്ക് ഓരോരുത്തർക്കല്ലേ കിട്ടാനുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഖുർആൻ പഠിക്കുന്ന സ്വഭാവം ഉണ്ടാകണം, ഖുർആനുമായുള്ള ബന്ധമുണ്ടാകണം. ഈ കാര്യം ഉറപ്പുവരുത്തേണ്ടത് ആരാ? ഇങ്ങനെ ഓരോ കുടുംബവും അവരവരുടെ ജീവിത സംതൃപ്തിക്കും പരലോക രക്ഷക്കും വേണ്ടി ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ച, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളില്ലാത്ത, QHS ഇല്ലാത്ത ഏത് മഹല്ലാണ് ഉണ്ടാവുക? ഏത് യൂണിറ്റാണ് ഉണ്ടാവുക? ഏത് ഇസ്ലാഹി സെന്റർ ഉണ്ട്? ഏത് ചെറിയ ചെറിയ ഏരിയകളാണ് ഉണ്ടാവുക?
അപ്പൊ ആ നിലക്ക് നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഓർക്കണം. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം വീട്ടിൽ നിന്നുണ്ടാകണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. എന്താണ് പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ രാവിലെ ഓതണം, നിങ്ങൾ സുബഹിക്ക് പരിശുദ്ധ ഖുർആൻ ഓതണം. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണമെന്താ? പരിശുദ്ധ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ലഭിക്കാൻ പോകുന്ന പിശാച് വിരണ്ടോടും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ ഓടുന്ന വീട്ടിൽ നിന്നും പിശാച് വിരണ്ടോടുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകണം. അങ്ങനെ നമ്മുടെ വീട്ടിൽ ആ ഒരു അവസ്ഥ ഉണ്ടായി തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്വഭാവം കുഞ്ഞുനാളിലേ നമ്മുടെ വീട്ടിലുണ്ടാകണമെങ്കിൽ നോക്കൂ, കഴിഞ്ഞ തലമുറയിലെ പല വല്യാപ്പമാരും ഉപ്പമാരും ഖുർആൻ ഓതുന്നത് കേട്ടുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റത്, അല്ലേ? ഇന്നത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടി ഒരു നല്ല മരണം സ്വീകരിക്കാൻ വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ഖുർആനുമായുള്ള ബന്ധം, അതേപോലെ ധാരാളക്കണക്കിന് CD-കൾ. ഇന്ന് ഏത് വിഷയത്തിലാ CD വേണ്ടത്? കാറ്റലോഗ് എടുത്തു തരികയാണ് ഓരോരുത്തരും. ഇത്ര CD-കൾ ഇവിടെ ഉണ്ട്. എല്ലാ വിഷയത്തിലും ഒരു CD ഒരു ദിവസം കേൾക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ വിശിഷ്യ സഹോദരിമാര്, വീടുകളിൽ നിൽക്കുന്ന സഹോദരിമാര്, അവർക്ക് വീട്ടിൽ അടുക്കളയിൽ തന്നെ CD പ്ലെയർ വെച്ചാൽ ചോറുണ്ടാക്കി കഴിയുമ്പോൾ, കറിയുണ്ടാക്കി കഴിയുമ്പോൾ ദിക്ർ എത്ര എണ്ണം പഠിക്കാം? ഇസ്ലാമികമായ മര്യാദകൾ എത്രയെത്ര പഠിക്കാൻ സാധിക്കും? അങ്ങനെ പഠിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. അതേപോലെ നമ്മുടെ കുട്ടികൾ ആ അവസ്ഥയിലെത്തണം, അവർക്കും ആ ഒരു താല്പര്യമുണ്ടാകണം. എന്നാൽ നാം തന്നെ നമ്മുടെ വീട്ടിലൊരു TV വാങ്ങി വെച്ച് ആ TVയുടെ ചാനൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, സീരിയൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങള്, +2 പഠിക്കുന്ന കുട്ടികള്, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികള്, LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് നമ്മളോടൊപ്പമുണ്ട്. അവരുടെ മനസ്സും അങ്ങനെ തന്നെ വളരും. അവർ റിമോട്ട് ഉപയോഗിക്കാൻ തുടങ്ങും, അവർ ചാനൽ കാണാൻ തുടങ്ങും, അവർ സീരിയൽ കാണാൻ തുടങ്ങും. നമ്മളും അവരും യോജിക്കും. ഇസ്ലാമികമായ സംസ്കാരം മെല്ലെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഈ ദുരന്തത്തിന് എന്തിനാണ് സഹോദരി നീ മുന്നിൽ നിൽക്കുന്നത്? ഈ ദുരന്തത്തിന് എന്തിനാണ് സഹോദര നീ മുമ്പിൽ നിൽക്കുന്നത്? നമുക്കിഷ്ടം പോലെ കാണാനും ഇഷ്ടം പോലെ അനുവദിക്കാനും പരലോകത്തല്ലേ ഉള്ളത്. പരലോകത്തല്ലേ നമുക്ക് യഥാർത്ഥ ജീവിതം. നമ്മുടെ നമസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെടുത്തി നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ പോലും നമുക്ക് ഇഷ്ടമില്ലാത്ത അവസ്ഥ വരികയാണ്. ഈ സീരിയലിന്റെ സമയത്താണ് കയറി വന്നത് എന്ന് മനസ്സിൽ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുകയല്ലേ പലപ്പോഴും. എന്തിനാണിത്? അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പോലെ ആകേണ്ടവരാണോ? ഇസ്ലാം അല്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സകല സുഖവും ഈ ലോകത്താണ്. അതുകൊണ്ട് അതേപോലെയാണോ നമ്മൾ? പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ, അവർക്ക് അവരുടെ യഥാർത്ഥ വീട് എവിടെയാണ് അവർ ചിന്തിക്കുന്നു, അവരുടെ യഥാർത്ഥ സൗകര്യങ്ങൾ എവിടെയാണ് അവർ ചിന്തിക്കുന്നു, അവരുടെ യഥാർത്ഥ വാഹനം എവിടെയാണ് അവർ ചിന്തിക്കുന്നു, അവരുടെ യഥാർത്ഥ സുഖ സൗകര്യങ്ങൾ എവിടെയാണ്, ആസ്വാദനം എവിടെയാണ്? അതേപോലെയാണോ നമ്മൾ അങ്ങനെയല്ലല്ലോ. മറിച്ച് നമുക്ക് യഥാർത്ഥ ജീവിതം വരാനുണ്ട്. അവിടേക്ക് പോകാൻ വേണ്ടി ഇശ കഴിഞ്ഞാൽ അനാവശ്യമായി സംസാരിച്ചിരിക്കാൻ പാടുണ്ടോ? റസൂലുള്ള വിരോധിച്ച കാര്യമല്ലേ? അപ്പൊ ഇശ കഴിഞ്ഞാലും TV കണ്ട് നട്ടപ്പാതിര വരെ എന്തിനാണ് ഉറങ്ങാതിരിക്കുന്നത്? കിടന്നുറങ്ങണ്ടേ? നേരത്തെ രാവിലെ എഴുന്നേൽക്കണ്ടേ? സുബഹി ജമാഅത്തിന് പോകണ്ടേ? ആരാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്? അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ഈ ഉപകരണങ്ങളെ, ഈ TV എന്ന ഉപകരണത്തെ പോസിറ്റീവായി ഉപയോഗപ്പെടുത്തണം. ഇന്റർനെറ്റിനെ പോസിറ്റീവായി ഉപയോഗപ്പെടുത്തണം. ഇന്റർനെറ്റ് കണക്ഷൻ നമ്മുടെ വീട്ടിലുണ്ടോ? എല്ലാവരും പെരുമാറുന്ന ഹാളിലാണ് അത് വെക്കേണ്ടത്. രഹസ്യമായി അതിൽ എന്ത് കാണാനാ? അങ്ങനെ കാണുന്നെങ്കിൽ അവിടെ തെറ്റ് സംഭവിക്കുമെന്നല്ലേ? അതുകൊണ്ട് ഇന്റർനെറ്റ് പുറത്തു വെക്കണം, എല്ലാവരും പെരുമാറുന്ന റൂമിൽ വെക്കണം. അവിടെ വെച്ച് ഉപയോഗിക്കട്ടെ കുട്ടികളും എല്ലാവരും തന്നെ. ആ ഇന്റർനെറ്റിലൂടെ, TV എന്ന മാധ്യമത്തിലൂടെ എല്ലാം പോസിറ്റീവായി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ എന്ത് വലിയ സൗകര്യങ്ങളാണ്, പുണ്യകർമ്മങ്ങളാണ് പരലോകത്തേക്ക് വേണ്ടി നമുക്ക് വരാനിരിക്കുന്നത്, അവിടെ വമ്പിച്ച പ്രതിഫലമായി ലഭിക്കാൻ. ആ കാര്യങ്ങളും സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ദീനീ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താൻ 2008 നമ്മളല്ല 2009 ഉണ്ടാകേണ്ടത്. നമ്മുടെ കുടുംബം ദീനിയായി കുറച്ചുകൂടി പുരോഗതിപ്പെട്ടിട്ടുണ്ടെന്ന് 2009 പറയാൻ നമുക്ക് സാധിക്കണം. 2010 ആകുമ്പോൾ അതിനേക്കാൾ പുരോഗതിപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ വളരെ ബോധപൂർവമായ പരിശ്രമം നാം ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്.
നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചുപോയി എന്ന് കരുതുക. അങ്ങനെ മരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായി നമുക്ക് വിഷമമുണ്ടാകും. പക്ഷേ മരണത്തിന്റെ വിഷയത്തിലുള്ള വിഷമമുണ്ടാകുന്ന സന്ദർഭത്തിലും നമുക്കൊരു സന്തോഷം. എൻ്റെ ഭാര്യ മരിച്ചുപോയി, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ ഉമ്മ ഉപ്പ മകൻ മകൾ മരിച്ചുപോയി. ആ മരണത്തിലുള്ള വിഷമം നമുക്കുണ്ടെങ്കിലും എൻ്റെ മകൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, എൻ്റെ മാതാവ്, എൻ്റെ പിതാവ് ഖബറിൽ വെച്ച് ശിക്ഷ അനുഭവിക്കുകയില്ല ഇൻഷാ അല്ലാഹ്. കാരണം ദീനീ കാര്യങ്ങൾ ശ്രദ്ധിച്ച മനുഷ്യനായിരുന്നു. നമ്മൾ നമ്മുടെ ബെഡിൽ കിടക്കുമ്പോഴും, നമ്മുടെ ഭർത്താവ് ഖബറിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ ഖബർ കിടക്കുമ്പോൾ, മാതാവോ പിതാവോ മകനോ മകളോ സുഹൃത്തോ ഖബറിൽ കിടക്കുമ്പോൾ ആ വ്യക്തി ശിക്ഷ അനുഭവിക്കുന്നില്ല എന്ന ഒരു മനസ്സമാധാനം നമ്മുടെ അറിവനുസരിച്ച് നമുക്കുണ്ടാവുക എന്നത് ചെറിയ കാര്യമാണോ? അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സലാം വർദ്ധിപ്പിക്കണം. കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കാൻ വളരെ പ്രധാനമാണ് സലാമിന്റെ വർധനവ്. സലാം വർദ്ധിപ്പിക്കുക, സ്നേഹം വർദ്ധിക്കുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒക്കെ സലാം പറയാ. ഒരുപക്ഷെ തിരിച്ചു വരുന്നത് ആംബുലൻസ് ആകാം എങ്കിൽ എനിക്ക് സലാം പറഞ്ഞാണ് ഇറങ്ങിപ്പോയത്. ഞാനും പറഞ്ഞിട്ടുണ്ട് വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ് എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുക എത്ര നല്ല കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ വീട് ഒരു ദീനിന്റെ ഓഫീസാകട്ടെ. നമ്മുടെ ഭാര്യയുടെ അടുത്ത് മറ്റ് സ്ത്രീകൾ വന്നാൽ നല്ല സീഡികൾ കിട്ടും. നമ്മുടെ മകന് സ്കൂളിലൂടെ സീഡ് കിട്ടും. നമ്മുടെ വീട്ടിൽ വന്നാൽ ഖുർആൻ കിട്ടും. അതേപോലെ തന്നെ വിചിന്തനം വായിക്കാൻ സാധിക്കും, അൽമനാറ വായിക്കാൻ പറ്റും, ഖുർആന്റെ സീഡികൾ കിട്ടും. ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട പടച്ചോൻ ഓർമ്മ വരും, നമ്മളുമായി ബന്ധപ്പെട്ട ശാന്തി കിട്ടും, സമാധാനം കിട്ടും. കാരണം അള്ളാന്റെ മാർഗത്തെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നൊരവസ്ഥയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? തീർച്ചയായും. അതുകൊണ്ട് നാം ഓരോരുത്തരും ദുആ ചെയ്യുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി നടത്തേണമേ എന്നാണ്. ഏതാണ് ആ പാത? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ. അഥവാ അല്ലാഹു അനുഗ്രഹിച്ചവർ ആരാ? ഖുർആൻ തന്നെ പറയുന്നു സൂറത്തുൻ നിസായിലൂടെ മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണമേ. ആ രൂപത്തിൽ സഹോദരങ്ങളെ ജീവിക്കുക. പട്ടിണി ഉണ്ടാകേണ്ടി വന്നാലും, പരിവട്ടങ്ങൾ ഉണ്ടാകേണ്ടി വന്നാലും പ്രയാസപ്പെടരുത്, ക്ഷമിക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച അത്ര പട്ടിണി ഞാനും നിങ്ങളും സഹിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പടച്ചോന് ദേഷ്യമുള്ളതുകൊണ്ടാ പട്ടിണി തരുന്നത്? പടച്ചോന് ദേഷ്യമുള്ളതുകൊണ്ടാണോ രോഗം തരുന്നത്? എങ്കിൽ അയ്യൂബ് നബിയോട് പടച്ചോന് ദേഷ്യാന്ന് പറയേണ്ടി വരില്ലേ? റസൂലുള്ളാഹിയോട് പടച്ചോന് ദേഷ്യാന്ന് പറയേണ്ടി വരില്ലേ? അവനൊന്നും ചിന്തിക്കല്ലേ. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്, ഇത് പരീക്ഷണമാണ്. ഇവിടെ പടച്ചോന്റെ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. എത്ര നിർദ്ദേശങ്ങൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട് എല്ലാം പറയാൻ അതിനൊരു മുഖകൂര പോലും ആയിട്ടില്ല. ശ്രദ്ധിക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലും പഠിപ്പിച്ചു. പരസ്പരം നീതി പാലിക്കണം, ഭാര്യയോട് നീതി പാലിക്കണം, ഭർത്താവിനോട് നീതി പാലിക്കണം എന്ന ആശയം വരെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത്ര പോലും റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നിങ്ങൾ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ദൂതനെ അയക്കണം. നോക്കൂ, എന്തേ? നേരെ ലൈംഗിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം തന്റെ ഭാര്യയെ ഉത്തേജിപ്പിക്കുന്ന രൂപത്തിൽ ചുംബനം പോലുള്ള കാര്യങ്ങളിലൂടെ നീ ആദ്യം അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ ഒരു സംസാരത്തിൽ പറയേണ്ടതുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കണ്ട. അൻസാരി സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചു. എന്തേ? അവർ അല്പം ലജ്ജയോടുകൂടി ചോദിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും ദീനിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. പലപ്പോഴും പല കുടുംബജീവിതത്തിലും ചെറിയ അസംതൃപ്തികൾ വരാനുള്ള കാരണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു നിർദ്ദേശം നമുക്കെന്താ സംസാരത്തിൽ പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന് വിജയം നൽകുന്ന ഒരു കാര്യമല്ലേ എന്നേ ചിന്തിക്കേണ്ടതുള്ളൂ. അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, അറിയുക. ഭാര്യയുടെ എല്ലാ അപാകതകളും പരിഹരിച്ചുകൊണ്ട് പൂർണ്ണതയായ ഭാര്യയെ പരലോകത്തുണ്ട്, പൂർണ്ണതയിൽ പൂർണ്ണമായ ഭർത്താവ് പരലോകത്തുണ്ട്. കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നാം അധ്വാനിക്കുക. ഒരു വഴിക്ക് നമ്മൾ യാത്ര പോകുന്ന സന്ദർഭത്തിൽ വാഹനം ഒരു പോസ്റ്റിന് പോയി ഇടിച്ചു. പിന്നെ കുടുംബത്തിലെ ഒരു വ്യക്തി മരിച്ചുപോയി, വേറൊരു വ്യക്തിയുടെ തലയോട്ട് പൊട്ടിപ്പോയി. നമുക്കൊന്നും പറ്റിയില്ല. നമ്മൾ പറയാ ഒന്നിനെ മോർച്ചറി കൊണ്ടുപോകണം, മറ്റേനെ ആശുപത്രി കൊണ്ടുപോകണം, ഞാൻ കല്യാണത്തിന് പോകട്ടെ എന്ന് പറഞ്ഞാൽ അയാളെ പറ്റി നമ്മൾ എന്ത് പറയും? അയാളൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കും അല്ലേ? എങ്കിൽ അതേപോലെ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തേ? രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു ഖുർആൻ ഓതുന്നു,
അവര് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, സുബഹി ജമാഅത്തിന് പോകുന്നു. പക്ഷേ വീട്ടിലെ പലരും അവിടെ നിങ്ങളൊക്കെ തന്നെ അവിടെ തന്നെ കിടന്നോളൂ, നിങ്ങൾ നരകത്ത് കിടന്നോളൂ, ഞാൻ സ്വർഗത്തിലേക്ക് പോകാന്ന് പറഞ്ഞ് ടോർച്ച് വെച്ച് പോകാൻ നിക്കട. അവിടെ വിളിക്കു മകനെ, ഭാര്യയെ വിളിക്ക്, എല്ലാരെയും വിളിക്ക്, ഒന്നിച്ച് സ്വർഗത്തിൽ പോകണ്ടേ. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അഹ്ലുകാരുടെ ശരീരങ്ങളെയും നരകത്തുനിന്ന് കാത്തു രക്ഷിക്കുക. അതേ, ആ നിലക്ക് ജീവിക്കാൻ നമ്മൾ മരിച്ചു പോയാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആൺമക്കളും പെൺമക്കളും ഉണ്ടാകണം. ആൺമക്കളാണെങ്കിൽ ആ ഖബർസ്ഥാനിലേക്ക് അങ്ങ് പ്രവേശിച്ചിട്ട് ഖബർ സിയാറത്ത് നടത്തുന്ന ആൺമക്കൾ നമുക്കുണ്ടാകണം. ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി രാത്രിയുടെ പാതിരാവുകളിൽ പടച്ചവനോട് കൈനീട്ടി പ്രാർത്ഥിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും നമുക്കുണ്ടാകണം. അങ്ങനെ പരസ്പരം പ്രാർത്ഥിക്കുക, നമ്മൾ പ്രാർത്ഥനയിലൂടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുക. നമ്മൾ ആ രൂപത്തിൽ ജീവിതത്തിൽ സന്തോഷകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ സകാത്ത് കൊടുക്കേണ്ട അവസ്ഥയുണ്ടോ? ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാവരും ശ്രദ്ധിക്കുക. സകാത്ത് കൊടുക്കാതെ പരലോകത്ത് കഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. എന്തിനാ നമുക്ക് ആ പണം? നമ്മുടെ സമ്പത്തിൽ അന്യന്റെ അവകാശമല്ലേ, അത് കൊടുത്തു വീട്ടുക. ഹജ്ജ് ചെയ്യാനുള്ള പ്രായവും അല്ല, ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം എത്തിയിട്ടും ഇനിയും റിട്ടയർ ആവട്ടെ എന്ന് കാത്തു നിൽക്കാതെ, പ്രായമാകട്ടെ എന്ന് കാത്തു നിൽക്കാതെ, യുവത്വത്തോടു കൂടി തന്നെ ഒന്ന് ഹജ്ജ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുക. അങ്ങനെ ഈ അല്പകാലത്തെ ജീവിതം ഏതോ ടയറിന്റെ അടിയിൽ, ഏതോ ആശുപത്രിയിൽ, ഏതോ വിമാനത്തിൽ നിന്ന് കരിഞ്ഞു വീഴാനുള്ള, അല്ലെങ്കിൽ കടലിൽ പെട്ടുപോകാനുള്ള, അല്ലെങ്കിൽ ഒരു സാധാരണ മരണം സ്വീകരിക്കാനുള്ള മരണത്തിന്റെ മുഖം ഏത് നമുക്കറിയില്ലല്ലോ. അള്ളാഹു ഖൈറാക്കുമാറാകട്ടെ. അതുവരെ മാത്രമുള്ള ഈ ജീവിതം സന്തോഷകരമാക്കി തീർക്കാൻ, നമ്മുടെ ബാധ്യതകൾ നിർവഹിച്ച് ഒന്ന് കണ്ണടക്കാൻ, പഠിച്ചോനെ എനിക്ക് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് കണ്ണടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അങ്ങനെ കുടുംബജീവിതം സന്തോഷകരമാക്കി തീർക്കുക, പ്രാർത്ഥന നിർഭരമാക്കി തീർക്കുക. മക്കളെ സ്നേഹിക്കുക, അവർക്ക് ദീൻ കൊടുത്തുകൊണ്ട്. മക്കളെ സ്നേഹിക്കുക, അവരിൽ തെറ്റ് കണ്ടാൽ ശക്തമായി തിരുത്തിക്കൊണ്ട്. മക്കളെ സ്നേഹിക്കുക, അവരിൽ നന്മ വർദ്ധിപ്പിച്ചുകൊണ്ട്. ഭാര്യയെ ഭർത്താവിനെ സ്നേഹിക്കുക, സ്വർഗത്തിലെത്താനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആടിയുലയുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ വഴിവിട്ടു പോകാതെ, ലഹരിയുടെ ലോകത്തേക്ക് പോകാതെ, അസമാധാനത്തിന്റെ ലോകത്തേക്ക് പോകാതെ, വ്യഭിചാരത്തിന്റെ ലോകത്തിലേക്ക് പോകാതെ, വഞ്ചനയുടെ ലോകത്തിലേക്ക് പോകാതെ, യഥാർത്ഥമായ സമാധാനത്തിന്റെ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. നമുക്ക് സന്തോഷകരമായ മരണം ഈ ലോകത്ത് വെച്ച് സ്വീകരിക്കേണ്ടതുണ്ട്. നാഥാ, നല്ലൊരു മരണത്തെ സ്വീകരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണമേ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.